രഞ്ജിത്ത് സാരംഗിനേക്കാൾ വളരുന്നു എന്നുള്ളതാണല്ലോ സാരംഗിന്റെ പകയ്ക്കുള്ള കാരണം. ഇനി അത് യഥാർത്ഥത്തിൽ സംഭവിക്കണം. അയാൾ അതിശയിക്കുന്ന രീതിയിൽ രഞ്ജിത്ത് വളരണം. മോളെ, നിങ്ങൾ അന്തി ഉറങ്ങുന്നത് ഇപ്പോഴും ഒരു വീട്ടിലാണ്. സത്യം പറഞ്ഞാൽ എനിക്കതിൽ വല്ലാത്തൊരു പേടിയുണ്ട്. അയാൾ എന്തെങ്കിലും അതിക്രമം കാണിച്ചാലോ? അങ്ങനെ ഒരു ശ്രമം ഉണ്ടായ ഫാദർ പിറ്റേ ദിവസം ധൈര്യമായിട്ട് വീട്ടിലേക്ക് വന്നോളൂ. ഞാൻ മരിച്ചിട്ടുണ്ടാവില്ല. എന്നെയോ എൻ്റെ മക്കളെയോ തൊടാൻ കൈ ഉയർത്തിയ വെട്ടി എറിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ടാവും. എന്നെ അറിയാവുന്നവരൊക്കെ എന്നോട് കൂടെ കൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഇടയ്ക്ക് എന്താ മൈഥിലി സാരംഗിനോട് സോഫ്റ്റായി പോകുന്നതെന്ന്. അതിൻ്റെ കാരണം എൻ്റെ മക്കളാ. അച്ഛനെ അവർക്ക് വേണ്ടാന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവരിപ്പോൾ ചെറിയ കുട്ടികളാ. കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ അവരെന്ത് ചിന്തിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഞങ്ങളുടെ അച്ഛനല്ലേ എന്നുള്ളൊരു ചോദ്യം അവർ തിരിച്ചു ചോദിച്ചുവിടാന്നുണ്ടോ? നിന്റെ കൂടെ വളരുന്ന കുട്ടികള് അങ്ങനെയല്ല ഫാദർ. ആർക്കും മാറ്റങ്ങൾ വരാം. ഇനിയിപ്പോൾ പെട്ടെന്ന് എനിക്കെന്തെങ്കിലും സംഭവിച്ചുവിടാന്നുണ്ടോ? അച്ഛനെ അമ്മയൊക്കെ അവർ നന്നായിട്ട് നോക്കും, അതെല്ലാം എനിക്കറിയാം. പക്ഷെ എൻ്റെ മക്കൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അച്ഛനോട് തർക്കിക്കരുതെന്നും അച്ഛനെ ദേഷ്യം പിടിപ്പിക്കരുതെന്നും അവരെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും നടന്നേക്കാവുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഇനി അത് വേണ്ട. ഇത്രയും വലിയൊരു ക്രിമിനലായിരുന്നു ഞങ്ങളുടെ അച്ഛനെന്ന് എൻ്റെ മക്കൾ നാണക്കേടോടെ തന്നെ ഓർക്കട്ടെ. ഞാൻ ഇറങ്ങട്ടെ ഫാദർ. അനാമികയുടെയും രഞ്ജിത്തിൻ്റെ അടുത്ത് പോകണം. പാവങ്ങള് ഇതൊന്നും പ്രതീക്ഷിച്ചതല്ലോ. മൈഥിലിയുടെ വാക്കുകളുടെ തീക്ഷ്ണത താൻ ശ്രദ്ധിച്ചോ? സഹനത്തിന്റെ അവസാന പടിയും ചവിട്ടി കഴിഞ്ഞിട്ടുള്ള വാക്കുകളാ. അവളെ കൊണ്ട് അവൻ എങ്ങനെ പറയിച്ചു? അവന്റെ വിധി അല്ലാതെന്താ? സാരംഗ് എത്ര ഭംഗിയായിട്ട് നമ്മളെ കബളിപ്പിച്ചല്ലേ. ആ ചടങ്ങിന് തൊട്ടു മുൻപ് വന്നു കയറിയപ്പോ ദൈവദൂതന്റെ പരിവേഷ നമ്മളെല്ലാവരും കൂടി അയാൾക്ക് കൊടുത്തത്. എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് കെണിയിലകപ്പെടുന്നത് കാണാൻ വന്നതാ. സൗഹൃദം എന്ന വാക്ക് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒന്നാണെന്ന് അയാൾ നമുക്ക് കാണിച്ചു തന്നു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന എന്നോട് തുടക്കം പാളിയെങ്കിലും വീണ്ടും എല്ലാം ആരംഭിക്കണമെന്ന് പറഞ്ഞു. എന്തിന്? ഇതിനേക്കാൾ വലിയ ചതിക്കുഴി ഒരുക്കാനോ? സത്യത്തിൽ അയാളെയല്ല കുറ്റം പറയേണ്ടത്, നമ്മളെയൊക്കെ തന്നെയാ. എത്ര കിട്ടിയാലും നമ്മളൊന്നും പഠിക്കില്ല. അയാളുടെ ഉള്ളിൽ നമ്മളൊരു മനുഷ്യനെ തെരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം കണ്ടെത്തിയതൊരു കാട്ടാളിനെയാന്ന് മാത്രം. ചടങ്ങ് മുടങ്ങിയതിലും ആ സംഭവം ഉണ്ടായതിലും കൂടുതൽ തളർച്ച ഇപ്പൊ എനിക്കുണ്ട് മൈഥിലി. അത് പാടില്ല രഞ്ജിത്തെ. ഇതിന് കണക്ക് ചോദിച്ചില്ലെങ്കിലേ നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചിട്ടും സാരംഗിനോട് ഇതുവരെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ പെരുമാറി. ശത്രുവെ കാണാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ ഇനി അതില്ല. അയാൾ എൻ്റെ ശത്രുവാ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ശത്രുവാ, നിങ്ങളുടെ ശത്രുവാ. അയാളുടെ ഓരോ വീഴ്ചയും ഇനി നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കണം. ഒരു ചതിയന്റെ അവസാനം നമ്മുടെ കൺമുന്നിൽ കാണണം. ഞാനൊന്ന് നേരിട്ട് കാണുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതിന് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത്? രണ്ടുപേരും എൻ്റെ കൂടെ ഇറങ്ങിക്കോ, നമുക്ക് ഒന്നിച്ചു കേൾക്കാം. വേണ്ട മൈഥിലി, അത് നിങ്ങളുടെ വീട്ടിലാവുമ്പോ വേണം. അത് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നടക്കണം. ഇത്രയും കാലത്തെ കണക്ക് പറച്ചില്ല, അത് പെരുവഴിയിൽ നിന്ന് പോരാ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിളറി വെളുത്ത് നിൽക്കുന്ന ആളെ എനിക്ക് കണ്ടേ പറ്റൂ. ബെല്ലടിച്ചില്ലേ? പിന്നെന്താ? ക്ലാസ്സിൽ കയറ്. ബെല്ലടിച്ച് നിനക്കൊന്നും കേൾക്കില്ലേ? ക്ലാസ്സിൽ കയറങ്ങോട്ട്. ആവണി, എന്താ സാർ? തനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? രാഹുലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്യൂസ്? ഇല്ല സാർ. ഈ രാഹുൽ കാരണമാണോ തന്റെ സ്റ്റഡീസ് അല്പം പുറകോട്ട് വരുന്നത്?
ഒരു ബ്രൈറ്റ് സ്റ്റുഡന്റിന്റെ കാറ്റഗറിയിലായിരുന്നു താനിതുവരെ. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ അതല്ല അവസ്ഥ. വാട്ട് ഹാപ്പൻ? ഒന്നുമില്ല സർ. വീട്ടിലെന്തെങ്കിലും പ്രശ്നം? പഠിക്കാൻ സമയം കിട്ടാനിട്ടോ അതോ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ അല്ല സർ, വീട്ടിലെല്ലാം ഓക്കെയാണ്. ശ്രദ്ധിച്ച് പഠിച്ച ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ കാത്തിരിപ്പുണ്ട്. ചെറിയ ചെറിയ ഇഷ്യൂസിന്റെ പേരിൽ മനസ്സ് സ്പോയിൽ ചെയ്യാൻ തുടങ്ങിയ നമ്മൾ തന്നെ നമ്മുടെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യുന്ന അർത്ഥം. യു ആർ വൺ ഓഫ് മൈ ബെസ്റ്റ് സ്റ്റുഡൻസ്. താങ്ക് യു സർ. ഞാൻ ഒന്നുകൂടി നോക്കും പഴയ അവസ്ഥയിലേക്ക് തനിക്ക് തിരിച്ചെത്താൻ പറ്റുന്നുണ്ടോന്ന്. അല്ലെങ്കിൽ പിന്നെ ഒരു ബ്രൈറ്റ് സ്റ്റുഡന്റ് എന്ന ചിന്തയിൽ നിന്ന് ഒരു ആവറേജ് എന്ന നിലയിലേക്ക് തന്നെ മാറ്റി നിർത്തേണ്ടി വരും. നോ സർ, ഐ വിൽ ബി സീരിയസ്. ലെറ്റ്സ് സീ. മോനെ രഞ്ജിത്തെ, എന്റെ മോൻ ചെയ്ത തെറ്റിന്റെ പേരില് എനിക്ക് നിന്നോട് മാപ്പ് പറയാനേ കഴിയൂ. അയ്യോ, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? സ്വന്തം കുടുംബത്തിനോടും അച്ഛനോടും അമ്മയോടും ഇത്രയധികം വൃത്തികേടുകൾ കാണിച്ചു ഒരുത്തൻ നിങ്ങൾ മാത്രം വെറുതെ വിടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അവന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ വരുമായിരിക്കും. ഈ സുഖമില്ലാത്ത അവസ്ഥയില് അച്ഛനോട് വരണ്ടെന്ന് പറയാമേ. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ വന്നിട്ടെന്തിനാ? സാരംഗനോട് ചോദിക്കുമ്പോ അയാള് പറയുന്നത് മുഴുവൻ കള്ളങ്ങളായിരിക്കും. ഇതിലൊന്നും അയാൾക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ് തർക്കിക്കും. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട മോനെ. നീ അവനെ തല്ലുകയോ ഇവിടെ ഇട്ട് കൊന്നാ പോലും ഞാനപ്പോ ഒരു പരാതിയും പറയാൻ വരില്ല. വരട്ടമ്മേ, പൊന്നുമോൻ വരുമ്പോ ആദ്യം നമുക്ക് കാര്യം ഒന്ന് ചോദിച്ചു നോക്കാം. കാര്യം വലിയ പണമൊന്നും മുടക്കി നഷ്ടപ്പെട്ടില്ല. എന്നാലും ഒരു ഭാവിയല്ലേ സ്വപ്നം കണ്ടത്. അതിന്റെ കടക്കിലല്ലേ കോടാലി വെച്ചത്. ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിപ്പോയതാമേ. ഫ്രണ്ട്ഷിപ്പിന് ഞങ്ങളൊക്കെ വലിയ വിലയാ കൊടുക്കുന്നത്. അയാളത് തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചു. അമ്മ പോലും ഇടയ്ക്ക് എന്നോട് ചോദിച്ചിട്ടില്ലേ എന്തിനാ ചില നേരത്താണെങ്കിലും അവനോട് നീ ദയ കാണിക്കുന്നതെന്ന്? ഇനി അങ്ങനെ ചോദിക്കേണ്ടി വരില്ല. ഇനി അയാൾ എന്നെ ശത്രുവായിട്ട് തന്നെ കണ്ടോട്ടെ. അതേ നിലയ്ക്ക് തന്നെയായിരിക്കും എന്റെ ഭാഗത്തുനിന്ന്. ഈ പോക്ക് എന്തായാലും അധിക കാലത്തേക്കുണ്ടാവില്ല. അവൻ ഈശ്വരൻ വിധിച്ചിട്ടുള്ള വിധി എന്താണെന്ന് ആർക്കും അറിയില്ല. അങ്കിൾ, മൈഥിലി മാമിനെ പിന്നെ വിളിച്ചോ? ഇല്ല. അല്ല, ഇത്രയും വലിയൊരു സംഭവം കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയൊന്നും അറിഞ്ഞില്ല. മാം സാരംഗ സാറിനോട് ചോദിച്ചോ? ചോദിച്ചാൽ തന്നെ എന്തായിരിക്കും അയാളുടെ റിയാക്ഷൻ? അത് ഊഹിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അയാൾ ഒഴിഞ്ഞു മാറി എന്ന് സംസാരിക്കും. അയാൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല എന്ന് ഡിവൈഎസ്പി പറഞ്ഞ നിലയ്ക്ക് പ്രത്യേകിച്ചു. കൂടെ നിന്ന് ഒരുത്തനെ പുറയിൽ നിന്ന് കുത്തിയിട്ട് അയാൾ എന്ത് നേടി? കൂടെ ജീവിച്ചവളെ എന്താ ചെയ്തത്? അപ്പൊ പിന്നെ ഇതിലെന്താ അത്ഭുതം? മനുഷ്യന്റെ മനസ്സിലെ ചിന്തകൾ വിചിത്രമാണ് അരുൺ. അല്ല, താൻ ഈ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണോ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്? അല്ലാന്നേ, അവിടെ ഇരുന്നിട്ടൊരു സ്വസ്ഥത ഇടണ്ടേ? എന്തുപറ്റി? ചെന്നിരുന്നപ്പോ തൊട്ട് ഓർഫനേജിലെ കുട്ടികൾ ഓരോരുത്തവരായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. സ്നേഹിക്ക് നല്ല സൂലാന്ന് പറഞ്ഞപ്പോ ഇന്ന് പോണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് അവരുടെ ചേച്ചിയെ കണ്ടേ പറ്റൂ. എത്ര പെട്ടെന്നാ കുട്ടികൾ സ്നേഹയുടെ അടുത്ത്. അവര് ഇതുപോലെ മറ്റൊരാൾക്ക് വേണ്ടി വിളിച്ചതോ പറഞ്ഞതോ എന്റെ അറിവിലില്ല. അവള് കിടക്കുക, ചെറിയൊരു വയറുവേദന എന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ ചോദിച്ചപ്പോ മരുന്നൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. അതാ ഞാൻ കൊടുക്കാണ്ട് പോയത്. അരുണിപ്പ വരുമെന്ന് എന്നോട് ഒരാള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാരാ? എനിക്ക് അങ്ങനെ ഒരു PR. അവള് ട്രീസക്കുട്ടി. അവള് വിളിച്ചിരുന്നില്ല അരുണിനെ? വിളിച്ചിരുന്നു. എന്തൊരു റിക്വസ്റ്റാ. ഇപ്പൊ എന്നെയും വിളിച്ചിരുന്നു. അതാ ഞാൻ റെഡിയായത്. അരുൺ അവിടെ എന്നൊന്ന് ഡ്രോപ്പ് ചെയ്യാമോ? അല്ല, തന്റെ അസുഖം? എന്തസുഖം? അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ അടുത്ത് ചെന്ന് ഇരിക്കുമ്പോ തന്നെ മാറിക്കോളും. എടോ, ഞാൻ അവളോട് പറഞ്ഞോളാം. വേണമെങ്കിൽ തമ്പി റെസ്റ്റ് എടുത്തോ. വേണ്ടെന്നേ. അവള് എന്തൊക്കെയോ പടങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതെന്നെ കാണിക്കാൻ വേണ്ടിയാ ഈ ചാട്ടം. അതാദ്യം ഒന്ന് പോയി നോക്കിയിട്ട് എന്റെ കൊച്ചിനോടൊരു അഭിപ്രായം പറയട്ടെ. ഈ ട്രീസയാണല്ലേ താരം. അവളെ കുറിച്ച് മോൾ എപ്പോഴും പറയുന്നത്. എന്റെ അച്ഛ, അവളൊരു സംഭവമാ. സംസാരം കേട്ടാ നമുക്ക് മതിയാവില്ല. അങ്ങ് പറഞ്ഞോണ്ടിരിക്കട്ടെ എന്ന് തോന്നും.
പിന്നെ പാട്ടുപാടും. അത്യാവശ്യം അവിടെയുള്ള മദർമാരെയൊക്കെ അനുകരിക്കും. ഫാദർ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രിസ്മസ് തലേന്നാണ് അവളെ ഓർഫനേജിൽ കിട്ടുന്നതെന്ന്. തയ്യാറാക്കി വെച്ച പുൽക്കൂടിനടുത്ത് അവളെ ആരും ഉപേക്ഷിച്ചിട്ട് പോവായിരുന്നു. അവര് ഭാഗ്യമില്ലാത്തവരാന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ അവളെ പോലത്തെ ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കോ? ഓർഫനേജിലെ എല്ലാ കുട്ടികൾക്കും ഇതുപോലൊരു കഥയുണ്ടാവും, അല്ലേ അരുൺ? പിന്നല്ലാതെ. കുറച്ചു കാലം പലരും ഇക്കഥകളുടെ പുറകെ ചിക്കിച്ചു കഴിഞ്ഞ് നടക്കും. പിന്നെ പതിയെ പതിയെ എല്ലാരും മറക്കും. ഈ മരങ്ങളുടെ പൂവും കായൊക്കെ വരുന്ന പോലെ. അങ്ങനെ ഒരു പിറവിയാണ് നേരത്തെ അങ്ങോട്ട് സമാധാനിക്കും. എന്നാ പിന്നെ ഞങ്ങൾ പോയി വരട്ടെ അങ്കിൾ. വാ. അച്ഛാ എന്നാ ശരി. ആ പിന്നൊരു കാര്യം, എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാലേ അരുണിനെ വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ വണ്ടിയെടുത്ത് അങ്ങോട്ട് വരാം. ഒരു അസ്വസ്ഥതയില്ല. വാ അരുൺ. ശരി. അയാളെ കാണുന്നില്ലല്ലോ മൈഥിലി. രഞ്ജിത്തിന് വേറെ എന്തെങ്കിലും തിരക്കുണ്ടോ? എന്റെ തിരക്കുകളൊക്കെ അയാളായിട്ട് തന്നെ അവസാനിപ്പിച്ച് തന്നില്ലേ, തിരക്കൊന്നുമില്ല. എത്ര തിരക്കായാലും കണ്ട് ചോദിച്ചിട്ട് പോയാൽ മതി. വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചാലും ഇന്നത്തെ അളവിൽ ചോദിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോ വന്നു? വന്നിട്ട് കുറച്ചു നേരമായി. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഷട്ടിൽ കളിക്കാൻ പോയതാ. അങ്ങളെ ആ കള്ളന്റെ കാര്യം എന്തായി? നിങ്ങളുടെ അച്ഛനാ അത് ചെയ്യിച്ചത്. ശരിക്കും? DYSP പറഞ്ഞതാ. അന്ന് അങ്കിളിന്റെ വീട്ടിലെ ഉദ്ഘാടനത്തിന് അച്ഛൻ വന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു. രണ്ടാളും ചെന്ന് ഫ്രഷ് ആവും. ചെല്ലു. വെറുപ്പല്ലാതെ അവരുടെ മനസ്സിൽ വേറെ ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പിടിച്ചു നിർത്തി. ഇനിയില്ല, അവരെന്റെ മക്കളാ. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. കുട്ടിച്ചാ, കുട്ടിച്ചാ, എന്താടോ? ഇവിടെ ഇരുന്നേ. ഒരു AC വാങ്ങാൻ എത്ര കാശാവും? ഇതിപ്പോ എന്താ ഇങ്ങനെ ഒരു തോന്നല്? സുഖമില്ലാതിരിക്കുമ്പോ ഒരു AC വാങ്ങി വെക്കാന്ന് ഞാനെന്നെ പറഞ്ഞതല്ലേ? അന്ന് താൻ സമ്മതിച്ചില്ലല്ലോ. ഒരെണ്ണം വേണം. വലിയ ബാധ്യതയാവോ? ഏയ്, അതൊക്കെ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം സൗകര്യങ്ങളിലൊക്കെ ജീവിപ്പിക്കാൻ എനിക്ക് കഴിവുണ്ടല്ലോ. എനിക്ക് വേണ്ടിയിട്ടല്ല, മോൾക്ക് വേണ്ടിയാ, കമലയ്ക്ക്. ഏതെങ്കിലും ഒരു മുറി ഇപ്പോഴത്തെ പിള്ളേരുടെ രീതിക്കനുസരിച്ചൊന്ന് റെഡിയാക്കി ഇടണം. അതിന് നമുക്ക് യാമിമോളെ വിളിക്കാം. എന്താ വേണ്ടെന്ന് അവള് പറയും. AC എടുക്കണം. ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. കമല തന്നെ വിളിച്ചു പറഞ്ഞോ നാളെ വരാന്ന്? അതൊന്നുമില്ല. ആ കുട്ടിക്ക് ഇവിടുത്തെ നമ്പർ പോലും അറിയില്ലല്ലോ. പക്ഷേ കുറച്ചു ദിവസം കഴിയുമ്പോ വരും കുട്ടിച്ച. അന്ന് പിന്നെ ഓടാനും ചാടാനും ഒന്നും നിൽക്കണ്ടല്ലോ. പണ്ടൊരിക്കലും നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പരസ്പരം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ എങ്ങനെയാ മുന്നോട്ട് പോവുകയെന്ന്. അന്ന് പക്ഷെ എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നു. നമ്മുടെ മോനെ ഇല്ലാതാക്കിയവനെ എന്നേക്കുമായി നശിപ്പിക്കുക എന്നത്. പക്ഷേ അത് തനിക്ക് ജീവിക്കാനുള്ള പ്രചോദനമായിരുന്നില്ല. പക്ഷെ ഇപ്പോ കടുകുമണിയോളം പോകുന്ന ഒന്ന് കിട്ടി. കടുകുമണിയോളോ? ഇതെന്താ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നേ? സേതുവിനൊരു മോളുണ്ടാവുക, അവള് നമ്മളോടൊപ്പം വരിക എന്നൊക്കെ പറഞ്ഞ അതിന്റെ വലിപ്പം എന്താ കുട്ടിച്ച? ഞാൻ സാധ്യതയുടെ അളവ് പറഞ്ഞതേ ഉള്ളൂ. കുട്ടിച്ചൻ നോക്കിക്കോ. കുട്ടിച്ചനെ അതിശയിപ്പിച്ചുകൊണ്ട് എന്റെ കുട്ടി ഒരു വരവുണ്ട്. വിട്ടുപോകില്ലെന്നൊരു പറച്ചിലുമുണ്ട്. ഓ, തുടങ്ങി മനക്കോട്ടകള്. ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ മനക്കോട്ട കെട്ടും. അതിനകത്ത് കയറി പാർക്കും. ശരി ശരി. ഇതിന്റെ ഇടയിലേ മരുന്ന് കഴിക്കാൻ മറക്കുന്നുണ്ട് പലപ്പോഴും. ഇനി എന്തിനാ മരുന്ന്? എനിക്കിനി അതിന്റെ ഒരാവശ്യവും ഇല്ല. കുട്ടിച്ച് നോക്കിയേ, എനിക്ക് എന്തെങ്കിലും തളർച്ചയുണ്ടോ? എന്തെങ്കിലും ക്ഷീണം തോന്നുന്നുണ്ടോ? എന്റെ കുട്ടിച്ച, ഇനി ഞാൻ ഒരു പരാതിയും പറയില്ലെന്നേ. ഇനി ഞാൻ പരാതി എന്തെങ്കിലും പറഞ്ഞാ ദൈവം എന്നോട് പൊറുക്കോ? തന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് സന്തോഷമുണ്ട്.
തന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. മോളുടെ വരവില് സാരംഗിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് മൈഥിലി പറഞ്ഞു. മോളോട് അതൊന്ന് ചോദിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവന്റെ അടുത്ത് പോവും. ചെയ്തതിനൊക്കെ ഞാൻ അവനോട് മാപ്പ് ചോദിക്കും. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി കുട്ടിച്ച. അതെന്താ? ഒന്നുമില്ല, ഇങ്ങനെ അവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കാലോ. ആ അല്ല, നിങ്ങളെന്താ ഇവിടെ? അതും ഈ നേരത്ത്? തന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നു. സാരംഗൊന്ന് ഇരിക്കൂ, അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളതാ. എന്താ? അന്ന് ചെറിയൊരു ഉദ്ഘാടനം വെച്ചിട്ട് അത് മുടങ്ങിപ്പോയപ്പോ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് താനാ. ഒരുപക്ഷെ ഞാൻ വീണു പോവായിരുന്നു. അപ്പോഴാ താൻ വന്നതും വീണ്ടും എല്ലാം ആരംഭിക്കണമെന്നും പറഞ്ഞത്. രഞ്ജിത്തിനത് വീണ്ടും തുടങ്ങണം. അതിന് സാരംഗിന്റെ ഒരു സഹായം ആവശ്യം. ഞാൻ ഈ കണ്ടീഷനിൽ എന്ത് സഹായം ചെയ്യാൻ? പണത്തിന്റെ കാര്യമാണ് താൻ ഉദ്ദേശിച്ചെങ്കിൽ അതല്ല. ആരംഭിക്കുന്ന ചെറിയ രീതിയിലായാലും കോമ്പറ്റീഷൻ ശക്തമല്ലേ സാരംഗ്? ഒരു ബാക്ക് സപ്പോർട്ട് വേണം സാരംഗ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ എതിർക്കാൻ ആരെങ്കിലും തയ്യാറായാല് അവരോട് മുട്ടി നിൽക്കാൻ ഒരു ടീം. ബിസിനസിന്റെ അളവ് വലുതാവുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ഇപ്പൊ അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണം, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും. തൊട്ടു മുമ്പ് നടന്നതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ. രഞ്ജിത്ത്, ഞാൻ പറഞ്ഞ ആളെ സാരംഗിന് പരിചയമുണ്ടോന്ന് ചോദിക്കേ. അയാൾ ഇതിലൊക്കെ മിടുക്കനാന്നാ കേട്ടത്. അയാളൊരു ക്രിമിനലാ. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. പേര് വരാൽ മാർട്ടിൻ. അങ്ങനെ ഒരാളെ സാരംഗ് കേട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. പക്ഷെ അയാൾക്ക് സാരംഗിനെ നന്നായിട്ട് അറിയാം. ഫാദറിന്റെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചുകൂടി ഒരു കള്ളനില്ലേ? അന്ന് നാട്ടുകാർ അയാളെ പിടികൂടിയപ്പോ ഈ ക്രിമിനലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഡിവൈഎസ്പി അയാളെ അറസ്റ്റ് ചെയ്തു, ചോദ്യവും ചെയ്തു. ഫാദറിന്റെ കയ്യിൽ നിന്ന് ആ ബാഗ് തട്ടിപ്പറിക്കാനും തട്ടിപ്പറിച്ച ബാഗിൽ കള്ളനോട്ട് വയ്ക്കാനും അയാളെ ഏൽപ്പിച്ചത് ഒരു ബിസിനസ്സുകാരന്. അയാളുടെ പേര് കൂടി തനിക്ക് കേൾക്കണം. എല്ലാം ഏൽപ്പിച്ച് ഭദ്രമാക്കിയതിന് ശേഷം വിളക്ക് കൊളുത്തുന്നതിന് മുന്നിൽ വന്ന് താൻ നിന്നു അല്ലേ സാരംഗ്? ഫ്രണ്ട്ഷിപ്പിന്റെ മഹത്വവും പറഞ്ഞുകൊണ്ട്. എന്താ സാരംഗ്, ഇവിടെ ഇങ്ങനെ ഒരു സീൻ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്തുകൊണ്ടത് പുറത്തു വന്നേന്നറിയോ? ഇവര് രണ്ടുപേരും പാവങ്ങളും സത്യസന്ധരും ആയതുകൊണ്ട്. അല്ല, ഞങ്ങളിങ്ങനെ എല്ലാവരും സംസാരിച്ചിരിക്കുന്നോണ്ട് സാരംഗിന് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുന്നില്ല. കേക്കട്ടെ, പറയ്, എന്താ പറയാനുള്ളേ? നീ എന്താടാ കരുതിയത്? ഈ ലോകത്തുള്ള സകല ക്രിമിനലുകളെയും കൂട്ടുപിടിച്ച് നീ എനിക്കെതിരെ നീക്കം നടത്തുമ്പോ അത് ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ? ആണോടാ? അതേടാ, എല്ലാം ചെയ്തത് ഞാൻ തന്നെയാ. വരാൽ മാർട്ടിനെ കണ്ടതും അവന്റെ കയ്യിൽ കള്ളനോട്ട് കൊടുത്തതും ഞാൻ തന്നെയാ. അതെന്തിനാണെന്ന് നിനക്കറിയണോ? ഞാൻ ഇവിടെ വീണ് കിടക്കുമ്പോ നിന്നെ വളർത്താനുള്ള ഇവളുടെ തീരുമാനത്തിനുള്ള തിരിച്ചടി കൊടുക്കാൻ. ചോദ്യം ചെയ്തും ഡിവൈഎസ്പിയെ ബുദ്ധിമുട്ടിച്ചൊക്കെ സത്യം നീയൊക്കെ അറിഞ്ഞെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കടാ. എന്നെ ഒരുത്തനും ഒന്നും ചെയ്യില്ല. അതാ നിങ്ങളുടെ ധൈര്യം എന്നറിയാം. അതെ, അത് തന്നെ എന്റെ ധൈര്യം. സാരംഗിന്റെ ബിസിനസ് തകർന്നപ്പോ സാരംഗിനെ തേടി നിത്യേന ആളുകൾ പണത്തിന് വരുമ്പോ അതിന്റെ മുന്നിലൊക്കെ ഒരു ചിരിയോടെ നീയൊക്കെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സാരംഗിനൊരു തിരിച്ചുവരവില്ലാന്നാണോ കരുതിയിരിക്കുന്നത്? ഇതിനപ്പുറമുള്ള തകർച്ചയിലും പിടിച്ചു നിൽക്കും, തിരിച്ചു പറക്കും. അന്ന് നിന്നോടൊക്കെ കണക്ക് ചോദിക്കാതെ പോവില്ല ഞാൻ. എന്നാ ചോദിക്കണം.
എനിക്ക് നീ ഒരു കെണി പണിഞ്ഞു. അതിനും വലിയൊരു കെണി പണിയാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ നോക്കിക്കോ. സാരംഗ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ പരിചയപ്പെട്ടതിൽ ഏറ്റവും നെറുകിട്ട ആള് അതാ നിങ്ങള്. കുറെ കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചു പോയതിലും എനിക്കിപ്പോ എന്നോട് തന്നെ അറപ്പാ. ഇനി എന്നോടോ എന്റെ മക്കളോടോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ വന്നാ അത് സാധാരണ നിലയിൽ അവസാനിക്കില്ല. ഇനി എന്നെ നിങ്ങൾക്ക് സർവം സഹായ മൈഥിലിയായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഇനി നമ്മൾ തമ്മിലുള്ള ഓരോ കൂടിക്കാഴ്ചയിലും അത് ഓർമ്മ വെച്ചോ. രഞ്ജിത്തെ, അയാൾക്കുള്ള മറുപടി ഇതല്ല. അയാൾ പറഞ്ഞില്ലേ രഞ്ജിത്ത് വളരുന്നതിന്റെ അസൂയാണെന്ന്. അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. വാശിയുടെ പേരിലാവില്ല എന്റെ വളർച്ച. പക്ഷേ ഇതിന് ഞാൻ അയാളോട് പ്രതികാരം ചെയ്തിരിക്കും. എന്റെ ജീവിതം, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം എല്ലാം നശിപ്പിച്ച അയാൾക്കിപ്പോ എന്റെ മനസ്സിലൊരു ചെകുത്താന്റെ സ്ഥാനോ. എല്ലാവരുടെയും നാശം ആഗ്രഹിക്കുന്ന ചെകുത്താൻ.